ഹലോ ഡിയേഴ്സ്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് കേരളത്തിലുണ്ടായ രാഷ്ട്രീയ സാമൂഹിക മുന്നേറ്റങ്ങളെക്കുറിച്ചും അതിലെ പ്രധാനപ്പെട്ട രാജാക്കന്മാരെക്കുറിച്ചും കേരള നവോത്ഥാന നായകരെക്കുറിച്ചുമെല്ലാമാണ് കേരള ഹിസ്റ്ററിയിൽ നാം പഠിക്കുന്നത്. അതുകൊണ്ട് തന്നെ 1601 മുതൽ 1950 വരെ നീണ്ടു നിൽക്കുന്ന കേരളത്തിലെ കാലഘട്ടത്തിലേക്കുള്ള ചെറിയൊരു എത്തിനോട്ടമാണ് കേരള ഹിസ്റ്ററിയിലുള്ളത്. അതായത് 17-ാം നൂറ്റാണ്ട് മുതൽ 20-ാം നൂറ്റാണ്ട് വരെയുള്ള കേരള ചരിത്രത്തിലെ അതിപ്രധാനമായ സംഭവങ്ങളിലേക്കുള്ള ഒരു പഠനമാണ് നമ്മുടെ കേരള ഹിസ്റ്ററിയിൽ വരുന്നത്. ആ 17-ാം നൂറ്റാണ്ട് മുതൽ 20-ാം നൂറ്റാണ്ടിന്റെ പകുതി വരെയുള്ള കേരളത്തിലേക്ക് നമ്മൾ എത്തി നോക്കുമ്പോൾ കേരളത്തിന് ഇന്ന് കാണുന്ന രീതിയിലുള്ള ജില്ലകളോ സർക്കാർ നിയമ ജനാധിപത്യ ഭരണ സംവിധാനങ്ങളോ ഇല്ലാത്ത ഒരു കാലഘട്ടമായിരുന്നു ഉണ്ടായിരുന്നത്. അന്ന് കേരളത്തിലെ ഓരോ പ്രദേശങ്ങളും സ്ഥലങ്ങളും നാട്ടുരാജാക്കന്മാരുടെയും പ്രഭുക്കന്മാരുടെയും നാട്ടുജന്മിമാരുടെയും എല്ലാം കീഴിലായിരുന്നു ഉണ്ടായിരുന്നത്. അവരുടെ കീഴിൽ ജനങ്ങൾ പണിയെടുക്കുകയും കേരളം വിവിധ നാട്ടുരാജ്യങ്ങളായി വിഭജിക്കപ്പെട്ട് കിടക്കുകയും ചെയ്യുകയായിരുന്നു. കേരളത്തെ അന്ന് 3 ഭാഗങ്ങളായി തിരിച്ചിരുന്നു: തിരുവിതാംകൂർ, കൊച്ചി, മലബാർ. ഇങ്ങനെ തിരുവിതാംകൂർ, കൊച്ചി, മലബാർ എന്നിങ്ങനെ വിഭജിച്ച രൂപത്തിൽ കേരളം നിലനിന്നിരുന്നുവെങ്കിലും അതിന്റെ സവിശേഷതകൾ തികച്ചും വ്യത്യസ്തമായിരുന്നു. ആദ്യമായി കേരളത്തിലെ ആധുനിക തിരുവിതാംകൂർ രാജ്യത്തെ ഭരണാധികാരികളെ നമുക്കൊന്ന് പരിചയപ്പെടാം. ആധുനിക തിരുവിതാംകൂർ രാജ്യത്തെ ഭരണാധികാരികൾ എന്ന് പറയുമ്പോൾ 1729 മുതൽ 1949 വരെ നീണ്ടു നിൽക്കുന്നതാകുന്നു ആധുനിക തിരുവിതാംകൂർ രാജ്യത്തെ ഭരണാധികാരികളുടെ കാലഘട്ടം. അതിൽ ഒന്നാമത്തെ രാജാവാകുന്നു അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ. രണ്ടാമത്തേത് കാർത്തിക തിരുനാൾ രാമവർമ്മ. കാർത്തിക തിരുനാൾ രാമവർമ്മയെ ധർമ്മരാജ രാമവർമ്മ എന്നും പറയും. മൂന്നാമത്തേത് അവിട്ടം തിരുനാൾ ബാലരാമവർമ്മ. 4 റാണി ഗൗരി ലക്ഷ്മിബായി. 5 ഗൗരി പാർവതിബായി. 6 സ്വാതി തിരുനാൾ രാമവർമ്മ. 7 ഉത്രാടം തിരുനാൾ മാർത്താണ്ഡവർമ്മ. 8 ആയില്യം തിരുനാൾ രാമവർമ്മ. 9 വിശാഖം തിരുനാൾ രാമവർമ്മ. 10 ശ്രീമൂലം തിരുനാൾ രാമവർമ്മ. 11 സേതു തിരുനാൾ രാമവർമ്മ. 12 ലാസ്റ്റത്തെ മഹാരാജാവാകുന്നു ചിത്തിര തിരുനാൾ ബാലരാമവർമ്മ. 1729 മുതൽ തുടങ്ങി 1949 വരെ നീണ്ടു നിൽക്കുന്നതാകുന്നു ഇവരുടെ ചരിത്രം. അതായത് ആധുനിക തിരുവിതാംകൂർ ചരിത്രം എന്നത് 18-ാം നൂറ്റാണ്ടിൽ തുടങ്ങി 20-ാം നൂറ്റാണ്ടിന്റെ പകുതി വരെ നീണ്ടു നിൽക്കുന്നതാകുന്നു. ഇന്ത്യയിലേക്ക് വന്ന വിദേശികളെ BCE കാലഘട്ടം മുതൽ നമുക്കൊന്ന് ഓർഡർ ചെയ്യാം. 1500 BCEയിൽ ഇന്ത്യയിലേക്ക് ആദ്യമായി വരുന്ന വിദേശികളാകുന്നു ആര്യന്മാർ. 536 BCEയിൽ ഇന്ത്യയിലേക്ക് വരുന്ന വിദേശികളാകുന്നു പേർഷ്യൻസ്. 327 BCEയിൽ ഇന്ത്യയിലേക്ക് വരുന്ന വിദേശികളാകുന്നു ഗ്രീക്കുകാർ. പിന്നീട് ADയിലേക്ക് വരുമ്പോൾ അല്ലെങ്കിൽ കോമൺ എറയിലേക്ക് വരുമ്പോൾ 226 CEയിൽ സസാനിയൻസ് ഇന്ത്യയിലേക്ക് വന്നിട്ടുണ്ട്. 1526 CEയിൽ മുഗൾസ് ഇന്ത്യയിലേക്ക് വന്നിട്ടുണ്ട്. പിന്നീട് 1498 അതായത് 15-ാം നൂറ്റാണ്ടിൽ പോർച്ചുഗീസുകാർ ഇന്ത്യയിലേക്ക് വന്നിട്ടുണ്ട്. പോർച്ചുഗീസുകാർക്ക് ശേഷം പിന്നെ ഇന്ത്യയിലേക്ക് വന്നത് ബ്രിട്ടീഷുകാരാകുന്നു. അത് 1600-ലാകുന്നു, 16-ാം നൂറ്റാണ്ടിലാകുന്നു. അതിനുശേഷം ഡച്ചുകാർ 1605 ഡച്ചുകാർ ഇന്ത്യയിലേക്ക് വന്നിട്ടുണ്ട്. അതിനുശേഷം ഫ്രഞ്ചുകാരും ഇന്ത്യയിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പോർച്ചുഗീസ് മുതലങ്ങ് ശ്രദ്ധിച്ചാൽ മതി. പോർച്ചുഗീസുകാർക്ക് ശേഷം ബ്രിട്ടീഷുകാർ, ബ്രിട്ടീഷുകാർക്ക് ശേഷം ഡച്ചുകാർ, ഡച്ചുകാർക്ക് ശേഷം ഫ്രഞ്ചുകാർ. ഇങ്ങനെ ഇന്ത്യയിലേക്ക് വന്ന വിദേശികളെ നമ്മളൊന്ന് മനസ്സിലാക്കുക. താങ്ക് യു.